ഇനി അത് ഗവൺമെൻറ് നടപ്പാക്കിയില്ലെങ്കിൽ ഉറപ്പായി UDF അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പാക്കി കൊടുക്കും. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറയുന്നത് ഇവരാരും സമരം ചെയ്യേണ്ട, ഞങ്ങളിത് നടപ്പിലാക്കുമെന്നും പറഞ്ഞ് ഇവരൊരു തന്ത്രമാണോ? എത്ര നാളായി അവർ ആ പാവങ്ങൾ സമരം ചെയ്യണ്? സമരം ചെയ്തിട്ടും കൊടുക്കൂല, സമരം ചെയ്തില്ലെങ്കിലും കൊടുക്കൂല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയുടെ ആനുകൂല്യം കൊടുത്തിട്ട് 22 മാസമായി. അവരെ അല്ല സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വഞ്ചിക്കുന്നത് UDF അതിന് പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ച് ഞങ്ങളത് നടപ്പാക്കും. ആൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ്റെ 25ാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ കേശവം മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നത് ഇവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കുമെന്നുള്ളൊരു വാഗ്ദാനമാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശാ മൈതാനത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്, നിങ്ങളാരും സമരത്തിന് മുതിരേണ്ട, സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കത്തില്ല, നിങ്ങളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളുമെല്ലാം നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നിവിടെ ഈ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റായ വാക്കുകളും വാഗ്ദാനങ്ങളുമല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതിനുവേണ്ടി നാളത്തെ സമാപന സമ്മേളനത്തോടുകൂടി സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നമുക്ക് വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തര പ്രമേയമായി 10 രൂപ അംശാദായ അടയ്ക്കുമ്പോഴും 20 രൂപ അംശാദായ അടയ്ക്കുമ്പോഴും 50 രൂപ അംശാദായ അടയ്ക്കുമ്പോഴും ഒരേ തുകയാണ്. ഇപ്പോൾ 50 രൂപ അംശാദായ അടയ്ക്കുമ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായിട്ട് 10 രൂപ അംശാദായ അടച്ചിരുന്ന പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്, 60,000 പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു സ്ഥിതി. അത് 1.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണം, അതിൻ്റെ പലിശ സഹിതം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. ഞങ്ങൾ വീണ്ടും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കും. ഇനി അത് ഗവൺമെൻറ് നടപ്പാക്കിയില്ലെങ്കിൽ ഉറപ്പായി UDF അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പാക്കി കൊടുക്കും. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറയുന്നത് ഇവരാരും സമരം ചെയ്യേണ്ട, ഞങ്ങളിത് നടപ്പിലാക്കുമെന്നും പറഞ്ഞ് ഇവരൊരു തന്ത്രമാണോ? എത്ര നാളായി അവർ ആ പാവങ്ങൾ സമരം ചെയ്യണ്? സമരം ചെയ്തിട്ടും കൊടുക്കൂല, സമരം ചെയ്തില്ലെങ്കിലും കൊടുക്കൂല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയുടെ ആനുകൂല്യം കൊടുത്തിട്ട് 22 മാസമായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷേമനിധികൾ മുഴുവൻ തകരുകയാണ്. സർക്കാർ ശമ്പളം കൊടുക്കാൻ 2,500 കോടി ഈ ക്ഷേമനിധികളിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. എല്ലായിടത്തും വലിയ പ്രതിസന്ധിയാണ്. അംഗൻവാടി പാവങ്ങൾ, ടീച്ചേഴ്സും ഹെൽപ്പർമാരും റിട്ടയർ ചെയ്തിട്ട് അവരുടെ പോലും പൈസ കൊടുക്കുന്നില്ല. ഇന്നലെ ഇവിടെ കൊല്ലത്ത് വനിതകളുടെ ഒരു ജനസാഗരമായിരുന്നു. അവർ സ്വയം കാശിലാക്കി കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും ഇന്നലെ ഒരു വനിതയുടെ ഒന്നുവെച്ചാൽ ഇവിടെ നിങ്ങി നിറഞ്ഞ് കൊല്ലം നഗരമാകെ. അപ്പോൾ അവർക്ക് ഒരു വിശ്വാസം അർപ്പിച്ചാണ് വരുന്നത്. അവരെ വഞ്ചിക്കുമോ? അവരെ അല്ല സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വഞ്ചിക്കുന്നത് UDF അതിന് പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ച് ഞങ്ങളത് നടപ്പാക്കും. ഇന്നലെ ധനകാര്യമന്ത്രി വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഉദ്ഘാടനത്തിന് നിങ്ങളൊന്നും സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കത്തില്ല, അതെല്ലാം പരിഹരിക്കുന്ന. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്. ഏതിലാണ് അങ്ങ് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വിശ്വസിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് കഴിഞ്ഞ 44 വർഷമായി മാറി വന്ന സർക്കാരുകൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളും വാഗ്ദാന ലംഘനങ്ങളും ഒക്കെ തികച്ചുമായി യാഥാർത്ഥ്യമായി അനുഭവിച്ചിട്ടുള്ള ആളുകളെന്ന നിലയിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമെന്ന് പറയുന്നത് 30 വർഷത്തിന് മുമ്പാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം കേരളത്തിൽ ഉടലെടുത്തത്. അന്ന് 10 രൂപ വീതം അടയ്ക്കുന്ന 42 വർഷമുള്ള തൊഴിലാളിക്ക് 60,000 രൂപ വരെ റിട്ടയർമെൻറ്റ് പറഞ്ഞത്. ആ 60,000-ൽ നിന്ന് 2008 10 രൂപ 20 ആ 20-ൽ നിന്ന് 2020 അത് 50 ഉയർത്തിയപ്പം ആ നിയമസഭയെ പാസ്സാക്കിയ ബില്ലിലുള്ള ഒരു അപകടം, പരമാവധി 1.5 ലക്ഷം രൂപ 5.5% പലിശയോടെന്ന് പറഞ്ഞാൽ പലിശ ദിവസപ്പലിശയോ മാസപ്പലിശയോ വാർഷിക പലിശയോ എന്ന് എഴുതാഞ്ഞതുകൊണ്ട് ഉദ്യോഗസ്ഥർ ചെയ്തത് ഈ പലിശ വർഷത്തിലൊരു പലിശ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് 95-ൽ അനുവദിച്ച 60,000 രൂപ 44,000 രൂപയായിട്ട് വെട്ടിച്ചുരുക്കപ്പെട്ടു. ഇതിനെതിരെയാണ് നിരവധി സമരങ്ങൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലടക്കം നടത്തിയപ്പോൾ ഇപ്പോൾ കിട്ടിയ ഗുണമെന്താണെന്ന് പറഞ്ഞാൽ 30 വർഷത്തിന് മുമ്പുള്ളത് പുനഃസ്ഥാപിച്ചു. ആ വാഗ്ദാനമായ 1.5 ലക്ഷം പരമാവധി എന്ന് പറഞ്ഞ വാഗ്ദാനം പറ്റിക്കലായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി ആ പറ്റിക്കലല്ല വേണ്ടത്. 95-ലെയും 2000-ലെയും പട്ടികയ്ക്ക് സമാനമായി ഈ 50 രൂപ വർധനയ്ക്ക് ആനുപാതികമായി 20 നിയമസഭയിൽ പറഞ്ഞ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന പരമാവധി 1.5 ലക്ഷം രൂപ വരത്തക്കവണ്ണമുള്ള വ്യക്തമുള്ള സ്ഫുടതയുള്ള ഒരു പട്ടിക ഈ സർക്കാർ
ഞങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് അനുഭവത്തിൽ കൊണ്ടുവരുന്നിടം വരെ സന്ധിയില്ലാതെ പോരാടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ കാര്യത്തിന് രണ്ടഭിപ്രായമില്ല. ഞങ്ങളുടെ പെൻഷൻ്റെ അവകാശവാദങ്ങൾ പറയാനാണെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിന് സർക്കാരിൻ്റെ 10 പൈസ വിഹിതമില്ല, കോൺട്രിബ്യൂഷൻ ഇല്ല. 95-ൽ 86-20% കോൺട്രിബ്യൂഷൻ, ഇത് 95 ആയപ്പോൾ 10%, 2008 ആയപ്പോൾ അത് 5%, 2020 50 രൂപ ആയിട്ട് വർദ്ധിച്ചപ്പോൾ 10 പൈസ സർക്കാരുടെ വിഹിതങ്ങളില്ലാത്തതിന് പകരമാണ് ഞങ്ങൾക്ക് പെൻഷൻ. പ്ലസ് ആ പെൻഷന് ഞാനടങ്ങുന്ന കേരള സമൂഹം പെട്രോളിന് സെസ് കൊടുക്കുന്ന ഫണ്ട് ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് 4 ലക്ഷം തയ്യൽ തൊഴിലാളി കുടുംബങ്ങൾക്കുമുണ്ട്. അതിനോടൊപ്പമാണ് ഞങ്ങൾ പറഞ്ഞത്, ഇരട്ട പെൻഷൻ്റെ പേരിൽ ഇതിൽ അംഗമായ ഒരു സ്ത്രീ വിധവയായെങ്കിൽ അവരെ പെൻഷൻ കട്ട് ചെയ്തുകൊണ്ട് MLA-മാർക്ക് 2 പെൻഷൻ മേടിക്കാം, തൊഴിലാളിക്ക് 1 പെൻഷനേ പറ്റൂ എന്ന് പറയുന്ന ഇത്തരം ബ്യൂറോക്രസിയുടെ ധാർഷ്ട്യത്തിനൊന്നും ഈ തയ്യൽ തൊഴിലാളികൾ വഴങ്ങിക്കൊടുക്കത്തില്ല എന്നുള്ള നിലപാടിൽ നാളെ ഈ സമ്മേളനം തീരുന്നതിന് മുമ്പ് 25ാം സമ്മേളനം സമരപ്രഖ്യാപന സമ്മേളനമാക്കി മുമ്പോട്ട് ഈ ആനുകൂല്യങ്ങൾ നമ്മുടെ നഷ്ടപ്പെടാതിരിക്കാനുള്ള കരുതലുമായി തന്നെ ഈ 4 ലക്ഷം കുടുംബം മുമ്പോട്ട് പോകും.